വർഷങ്ങൾക്ക് മുന്നേ പെരിയാറിന്റെ ആഴങ്ങളിൽ മുങ്ങിമരിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ദുർഗന്ധമമിക്കുന്ന മൃതദേഹം കോരിയെടുക്കുമ്പോൾ വിനുവിന് പ്രായം 15 അന്ന് വിനു ആലുവ സെന്റ് മേരീസിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. പിന്നീട് പഠനം ഉപേക്ഷിച്ചു. ആറ്റിലും തോട്ടിലും പുഴയിലും ഓടയിലും റെയിൽവേ പാളത്തിലുമൊക്കെ ചീഞ്ഞതും അളിഞ്ഞതും ചിന്നിച്ചിതറിയുമായ മൃതദേഹങ്ങൾ കോരിയെടുത്ത് സംസ്കരിക്കാൻ തുടങ്ങി. അതോടെ വിനുവിന് ശവംവാരി എന്ന പേരും വീണു. ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിലല്ലാതെ ചെയ്യുന്ന തൊഴിലിന്റെ പേരിൽ അവഹേളനങ്ങളും ക്രൂരതയും അനുഭവിക്കേണ്ടി വന്ന മനുഷ്യനാണ് വിനു. അവഗണനയുടെ തീക്കാറ്റിൽ അയാൾ വെന്തുപൊള്ളി. വെറുപ്പിന്റെ പെരുമഴയത്ത് അയാൾ വിറച്ചുതുള്ളി. തന്റെ അനുഭവങ്ങൾ ചോദിച്ചെഴുതാൻ വന്ന മാധ്യമപ്രവർത്തകനായ നിയാസ് കരീമിനോട് അദ്ദേഹം ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ: നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്തും എഴുതാം, പക്ഷേ മൃതദേഹങ്ങളെയും കേരള പോലീസിനെയും അപമാനിക്കുന്ന ഒരു വാക്കുപോലും അതിലുണ്ടാവരുത്. അതിന് കാരണം വിനുവിന് പ്രിയപ്പെട്ടതെന്ന് പറയാൻ ആരുമില്ലാതിരുന്ന കാലത്ത് അവരെ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യൻ മനുഷ്യനെ തന്നെ വെട്ടിക്കൊല്ലുന്ന കാലത്ത് വിനുവിന്റെ നന്മ തിരിച്ചറിയാത്ത സമൂഹമാണ് നമ്മുടെ, അല്ലെങ്കിൽ അംഗീകരിക്കാത്ത സമൂഹം. വിനു സംസ്കരിക്കുന്നതിലേറെയും അനാഥ മൃതദേഹങ്ങളാണ്, അതും സ്വന്തം ചെലവിൽ. പ്രിയപ്പെട്ടവർ പോലും അടുക്കാൻ മടിക്കുകയും അറക്കുകയും ചെയ്യുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന വിനുവിന്റെ ജീവിതാഭിലാഷമാണ് സ്വന്തമായൊരു ശ്മശാനമെന്നത്. മാധ്യമപ്രവർത്തകനായ നിയാസ് കരീം എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് മരണക്കൂട്ട്, ഒരു ശവംവാരിയുടെ ആത്മകഥ. ഈ പുസ്തകം വായിച്ചവസാനിപ്പിക്കുമ്പോൾ ആ മനുഷ്യനെ ഒന്ന് കാണുവാനും കെട്ടിപ്പിടിക്കുവാനും തോന്നുന്നു. കേരള പോലീസിനോടും ആര്യ ബിൻസിയോടും നിറയെ സ്നേഹം. ഈ മനുഷ്യനെ ഇക്കാലമത്രയും ജീവിക്കാൻ പ്രേരിപ്പിച്ചതിന്, കരുതലും കരുത്തുമായി ഒപ്പം നിന്നതിന്.